ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുൽഫി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് അതല്ലെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സോക്കായിട്ട് കിട്ടും. ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്റർ പാലാണ്. ഇനി ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാൽ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 കാഷ്യൂനട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു 6 ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 1/2 ലിറ്റർ പാലിലേക്കുള്ള അളവാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അളവ് പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ആ മിക്സ് ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ മുകളിലുണ്ടാകും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ കൂട്ടിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഏലക്കയുടെ ആ തൊലി ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് കുടിക്കാനുള്ളൊരു കൺസിസ്റ്റൻസിയിലേ ഇത് ഉണ്ടാകുകയുള്ളൂ. ഓവറായിട്ട് കട്ടിയായി പോകുമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഡ്രിങ്കിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഇത്രേ കട്ടിയേ ഉണ്ടാകുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്കസിന് കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുൽഫി ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.